അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആളെക്കുറിച്ച് പറയുവാണെങ്കിൽ Everyone has opinion, but nobody can doubt that he's there with the greatest all the time. For me, I said many times, I've been is the best. Who is the player that you never signed in your career, but you wish you did? You know, in my generation, of course, I would say the little guy, but the little guy was not coachable. But I have to say, in our generation, he was the best. This guy, like, it is not normal. And I know people will talk about he works. Do you know how hard it is? I can tell you. You know how hard it is to carry a ball on every single action. Every single action. അദ്ദേഹം പ്രൊഫഷണലായിട്ട് കളിക്കാൻ ഞാൻ നന്നായി, അല്ലെങ്കിൽ എനിക്കൊരു ബലോണ്ടോർ പോയിട്ട് ബലൂൺ പോലും കിട്ടത്തില്ലായിരുന്നു. വാവ എൻ്റെ ഫാനാണെന്ന് പറയുന്നൊരു വലിയൊരു ഭാഗ്യം എൻ്റെ ലൈഫിലില്ല. എനിക്ക് ജോർജിനേക്കാളും വലുത് വാവയാണ്. Don't try to imitate or don't try to be because it is not possible. പുതിയ തലമുറയെ ഞാൻ കണ്ടെത്തിയ ആദ്യത്തെ പ്രതിഭയാണ്. അതിനുശേഷം അതുപോലൊരു പ്രതിഭയെ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. അതെ ഗൈസ്, ലോക ഫുട്ബോളിന്റെ നഷ്ടം. മലയാള സിനിമയിലെ പുതിയ അവതാരം, വൺ ആൻഡ് ഓൺലി വാവാസുര. നമസ്കാരം. സോറി, ആള് മാറിപ്പോയി. സാറിനെ പോലെ തന്നെ വേറൊരു കള്ളനുണ്ട്. മേലാൽ വിളിക്കരുത്. അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹ എന്നാണ്. സോറി ഗൈസ്, BGM മാറിപ്പോയി. വാവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാവയ്ക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റാത്തൊരൊന്നുമില്ല ഗൈസ്. കാരണം വാവ ഇച്ചിരി പ്രശ്നമാണ്. ഭയങ്കരമായ ആള്. അഭിനയത്തിലെ എല്ലാ രസങ്ങളും വാവയ്ക്ക് കാണാപ്പാടമാണ്. ശൃംഗാരം. അവളുടെ ദേഹം എന്റെ ദേഹത്ത്. They ask you how you are, you just have to say that you're fine when you're not really fine. അവളുടെ ദേഹം എന്റെ ദേഹത്ത്. മൂടോളാൻ വേണ്ടി നീ ബാക്കി പറ. വണ്ടി അവൾ ഓടിക്കാൻ തുടങ്ങി. ഇത്തവണ അതിലും വലിയ സംഭവമാണ് കേട്ടാ. ഒരു കുഴി ചാടിയപ്പോ അവളുടെ ഇടുപ്പില് ഞാൻ പിടിച്ചു. എന്റെ കൈകൾ മേളിലേ. എന്റെ കർത്താവേ, എന്നാൽ ആക്സിഡന്റ് തന്നെ പറ്റിയേ? കഴപ്പ്. കരുണം. എന്തിനാടാ കൊന്നിട്ട്? വീരം. ഭയാനകം. എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. എന്തൊക്കെയാണോ പറഞ്ഞു വെച്ചിരിക്കുന്ന നാറി? എന്റെ ദേഹത്ത്. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. And the Oscar goes to സിനിമാ പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത്. സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാൽ മേ ബി വൺ ഡേ. ഇതും പോരാഞ്ഞിട്ട് വാവയ്ക്ക് ഫുട്ബോളിലും പിടിയുണ്ട് ഗൈസ്. അവൻ പറയുന്നത് 2026 ഇന്ത്യ ലോകകപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ടീമിൽ ഒരു അംഗം ഞാനായിരിക്കും എന്ന് പറയുന്ന ആ ഒരു വലിയ സ്വപ്നം, അതാണ് എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഐ തിങ്ക് ഹി ഈസ് മെയ്ഡ് ഫോർ ഫുട്ബോൾ. പക്ഷേ 1 ഇയർ ഉണ്ട് ഗൈസ്. വാവ ശ്രമിച്ചാൽ ഇനിയും ക്വാളിഫൈ ആകാത്ത ടീമിന് വരെ ക്വാളിഫൈ ആക്കാൻ പറ്റും. കാരണം വാവ ഇത്തിരി പ്രശ്നമാണ്. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും വാവയ്ക്ക് ആരും മനസ്സിലാക്കാത്ത കുറച്ച് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം പറയാനാണെങ്കിൽ വാവ വളരെ ലവിങ് ആണ്. ഒരു കുഴി ചാടിയപ്പോ അവളുടെ ഇടുപ്പില് ഞാൻ പിടിച്ചു. ഗായ്സ്, അണ്ണൻ്റെ ട്രൂ ലവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വാവ ഒരു കൊലമാസാണ് ഗൈസ്. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. പിന്നെ വാവ സെൽഫ് കോൺഷ്യസ് ആണ്. ഡാഡി സുരയെ ട്രോളുന്നത് വരെ വാവയാണ് ഗൈസ്. പുലയാടി മോനെ.
ആൻഡ് ഫൈനലി അണ്ണൻ സെൽഫ് കൺട്രോളിങ്ങുമാണ്. അവൾ ടീട്ടിപ്പില് ഞാൻ പിടിച്ചു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും വാവ ഡാഡി സുരയെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചും അത്യാവശ്യം കെയറിംഗ് ഒക്കെ ഉള്ള ആളാണ് ഗൈസ്. എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഇറങ്ങി ചെയ്യും അതെനിക്ക്. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യയെയും പെമ്മക്കളെയും നമുക്ക് കൊണ്ട് തന്നിട്ട് പോകും എന്ന് പറഞ്ഞൊരു കമന്റ്. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാർ തല്ലണ്ടേ ഇതിനൊക്കെ. ബട്ട് ക്യാൻ വി ഡു ദാറ്റ്? നോ. അപ്പം നമ്മൾ കുറ്റക്കാരാണ്. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. കാരണം അറിയാലോ അണ്ണൻ ഇച്ചിരി. അപ്പോൾ അതാണ് ഗൈസ്, ഇങ്ങനെയൊക്കെയുള്ളൊരു പാവം ചെറുക്കനെയാണ് എല്ലാവരും കൂടി ഇട്ട് ട്രോളുന്നത്. പറഞ്ഞു കൊടുക്കുക ഗോൾജി. മനസ്സിലാക്കി കളഞ്ഞല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും എത്രയും പെട്ടെന്ന് വാവയുടെ പടം പോയി കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തിനാടാ കൊന്നിട്ട്? നമ്മൾ അനാഥരണ്ണ, പക്ഷെ ഗുണ്ടകളല്ല. എന്തിനാടാ കൊന്നിട്ട്?